സിന്ധു ഹൗസിൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നോട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പം എനിക്കിപ്പോൾ എന്നാ പറഞ്ഞു ഒരു ഓഫർ കിട്ടി. ചിപ്പിപ്പോട് ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ കട്ടപ്പനയ്ക്ക് പോവാ. അപ്പച്ചി വരുന്നോ അപ്പച്ചിന്ന് ചോദിച്ചു. അപ്പോൾ എന്തോ ഡ്രസ്സോ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ പോകുന്നത്. അവളുടെ ഇതെല്ലാം തീർന്നിരിക്കുക, തുണികളെല്ലാം തീർന്നിരിക്കുകയെന്ന് സിന്ധു പറയുന്നുണ്ട്. സിന്ധു തയ്ച്ചു കൊടുക്കുന്നുണ്ടല്ലോ ഇഷ്ടംപോലെ. എന്നാ പറയുന്നത്, നൈറ്റികളായിട്ടും ഫ്രോക്കുകളായിട്ടും ഒക്കെ തയ്ച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ഏത് ഫാഷൻ പറഞ്ഞാലും അവൾ അത് എവിടെ തയ്ച്ചു തരുന്നുണ്ട്. നമ്മവും ചിപ്പിയൊക്കെ ഇടുന്ന കാണുന്നുണ്ടല്ലോ അല്ലേ നിങ്ങളെല്ലാവരും. ആരും വന്നാലും ഏത് പിള്ളേരും വന്നാലും തയ്ച്ചു കൊടുക്കും കേട്ടോ. മറ്റേ കുടത്തിന് ചേച്ചിയുടെ പിള്ളേർ വന്നപ്പോഴും ഒക്കെ തയ്ച്ചു കൊടുത്തു. അപ്പം ഡ്രസ്സ് എടുക്കാനായിട്ട് പോവാ. അപ്പോൾ ഇന്ന് വണ്ടിയൊക്കെ എടുത്തിട്ട് ആദ്യമായിട്ടുള്ള യാത്രയാണ്. അവർ അമ്പലത്തിലൊക്കെ പോയി മാതാവിനൊക്കെ പോയി തിരികെ കത്തിച്ചെന്ന് നേർച്ചയൊക്കെ കിട്ടെന്ന് തോന്നും. അല്ലാണ്ട് എങ്ങോട്ടും പോയില്ല വണ്ടി എടുത്തിട്ട് കേട്ടോ. അപ്പം എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഓർത്തെന്നാ പോയേക്കാന്ന് വിചാരിച്ചു. ചേട്ടായിയോട് വിളിച്ചു ചോദിച്ചു. ഇന്ന് ചേട്ടായി ഇവിടെ ഇല്ല, മുണ്ടക്കയം വരെ പോയിരിക്കുകയാണ്. അപ്പം വിളിച്ചു ചോദിച്ചു പറഞ്ഞു പൊക്കോ, അതിനാ ബോഡി നിങ്ങൾ പൊക്കോ പോയിക്കോളാൻ പറഞ്ഞു. അപ്പം കട്ടപ്പനെ കഴിഞ്ഞ ദിവസം വലിയ 1-2 കടകളിലൊക്കെ ഉദ്ഘാടനമായിരുന്നു. ടോവിനോ തോമസ് വന്നിട്ടുണ്ട്. മറ്റേ ഇന്നലെയാണ് കട്ടപ്പനയിൽ നമുക്ക് ഇത് കണ്ടോ പുതുതായിട്ട് ഇനി ഭീമ കട്ടപ്പനയിലോട്ടും വരുന്നു. അതിൻ്റെ കഴിഞ്ഞ ദിവസം ഒരു ഇത് കൊണ്ട് ഇവിടെ നിന്ന് വെച്ചിട്ട് പോയതാണ്. പിന്നെ ഇന്നലെ ഒരു കൊണ്ട് തന്നതാണ് ഇത് കേട്ടോ. അപ്പം നമ്മുടെ കട്ടപ്പനയും നമ്മുടെ ഹൈ റേഞ്ച് ഇങ്ങനെ എല്ലാം കൊണ്ടും നല്ല ഒരു ഡെവലപ്മെൻറ്റിലോട്ട് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രീതിയിലും കടകളിലൂടെ ആണെങ്കിലും ഓരോ പ്രസ്ഥാനങ്ങളിലാണെങ്കിലും ഓഫീസുകളാണെങ്കിലും കട്ടപ്പന ഇപ്പോൾ മുനിസിപ്പാലിറ്റി ആയല്ലോ. എന്ന് പറഞ്ഞോണക്കെ എല്ലാം നല്ല രീതിയിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഈ കൊച്ചു ഗ്രാമവും നല്ലതായിട്ട് ഉയർന്നു വരട്ടെ എന്ന്. കാരണം ഉപ്പുവര കണ്ടില്ലേ, ഇപ്പം ഏത് ടേസ്റ്റ് പറഞ്ഞാലും ഉപ്പുവര കിട്ടുന്ന നല്ല അടിപൊളി ഒരു റെസ്റ്റോറൻ്റാണ് വന്നിരിക്കുന്നത് അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കട്ടപ്പനയിലും എല്ലാ ഇതിലുമാണ്. കട്ടപ്പന എന്ന് വെച്ചാൽ ഒത്തിരി സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് കട്ടപ്പന. അപ്പം ഇപ്പോൾ പുതുതായിട്ട് കുറേ കടകളും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവർ പോകുന്നു, എന്നെ കൂടെ വിളിച്ചിട്ടുണ്ട്. നമുക്ക് പോകാം അല്ലേ, പോയി കണ്ട് എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കിയിട്ടൊക്കെ വരാം. ഇനിയിപ്പോൾ വിഷുവൊക്കെ അല്ലേ വരുന്നത്, വിഷുവിനൊക്കെ ഡ്രസ്സൊക്കെ എടുക്കണ്ടേ അല്ലേ. അപ്പോൾ നമുക്കും പോയി നോക്കി എല്ലാം ഒന്ന് എങ്ങനെയുണ്ട് വില കാര്യങ്ങൾ എന്നൊക്കെ അന്വേഷിച്ച് എങ്ങനെയുണ്ട് സെലക്ഷൻ എന്നൊക്കെ നോക്കിയിട്ടൊക്കെ വരാം കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്കുള്ള പിള്ളേർ ചിപ്പിയുടെയും കിച്ചുവിൻ്റെയും, കിച്ചു ഉണ്ടോയെന്ന് എനിക്കറിയില്ല, എക്സാം ആയതുകൊണ്ട് ചിലപ്പോൾ കാണും. ഇനി 20-ാം തീയതി ഉള്ളതെന്നാണ് പറഞ്ഞത് എക്സാം. ഇന്ന് 15 ദിവസം ഉണ്ടല്ലോ, ചിലപ്പോൾ അവനും കാണും. പിന്നെ സന്തോഷിൻ്റെയും സിന്ധുവിൻ്റെയും കൂടെയൊക്കെ ഉള്ള നല്ല എന്താ പറയുന്നത് കാഴ്ചകളൊക്കെ കാണുകയും ചെയ്യാം കേട്ടോ. സന്തോഷിൻ്റെയും സിന്ധുവിൻ്റെയും എല്ലാവർക്കും ഒത്തിരി പേര് ഇഷ്ടമാണ്. കമൻസൊക്കെ ഞാൻ വായിക്കാറുണ്ട്. അവൾക്ക് തന്നെ ഒത്തിരി ദിവസം കൂടിയാണ് നമ്മുടെ ചാനലിലൊരു നല്ലൊരു വ്യൂസ് കിട്ടിയ വീഡിയോ അവൻ കാർ എടുത്തത് കേട്ടോ. അപ്പം എന്തായാലും ഫോട്ടോക്ക് വരാം. കുറേ ദിവസം കൂടി കയറി വന്നിട്ടുണ്ട് കേട്ടോ. സിന്ധുമ്മ എന്നാടുക്കുവാ, സിന്ധുമ്മയെ കാണാൻ വന്നു. പിന്നെ ഭയങ്കര ഡാൻസൊക്കെ ആയിരുന്നു സ്കൂളിലല്ലേ. ഏത് പാട്ടിൻ്റെയാണ് ഡാൻസ് കളിച്ചേ? മറന്നുപോയോ? ആണോ? അടിപൊളി ഡാൻസൊക്കെ ആയിരുന്നു സ്കൂളിൽ. കമ്മലൊന്നും ഇല്ലാതെ വന്നേക്കാം. നല്ല കമ്മലെല്ലാം ഉരി പിരിയൊക്കെ കളഞ്ഞിട്ട് അവരിപ്പം പന്നക്കമ്മലൊക്കെ മേടിച്ചിട്ട് കൊടുക്കും. അതും കളിച്ച് ഇത് തന്നെ പരിപാടി. ഇത് കണ്ടോ, എന്നിട്ട് കമ്മലൊന്നും ഇല്ലെന്ന് പറഞ്ഞ് വന്നേക്കുക കേട്ടോ. അപ്പം ഞാൻ ഒരു കമ്മൽ ഇട്ട് കൊടുക്കാൻ പോവാം, നോക്കട്ടെ. ഇനി ഇവള് നല്ല രീതിയിൽ വെച്ചോണ്ടിരുന്നാൽ മാത്രം കൊടുത്താൽ പോരേടാ. ഇതും കൂടെ കളഞ്ഞിട്ട് നമ്മൾ ഇനി മേടിച്ച് കൊടുക്കുകയില്ല. വാ എന്നാൽ ഇട്ട് കൊടുക്കാം. ഞാൻ കമ്മലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാത്ത് കമ്മലൊന്നും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല കല്യാണി ഇട്ട്. ഈ കുഞ്ഞു പൊട്ടുകമ്മലാണ് കണ്ടേക്കുന്നത്. ദൈവമല്ലേ, അത് വരുമ്പോൾ ഇതാരാണ് ഈ വലിയ കമ്മലൊക്കെ ഇട്ടതെന്ന് ചോദിക്കാതിരുന്നാ ഭാഗ്യം. വേറെ കുഞ്ഞു ഒന്നും നോക്കിയിട്ട് കാണുന്നില്ല. ഇന്നാളൊക്കെ ഞാൻ അവിടെ കോയമ്പത്തൂരൊക്കെ പോയിട്ട് വന്നപ്പോഴൊക്കെ കുറേ മേടിച്ചുകൊണ്ട് കൊടുക്കൊണ്ട് വെച്ചു. പക്ഷേ എനിക്ക് നാട്ടിൽ പോയി നോക്കിയിട്ട് വന്നോ, നല്ലതാണോ, സൂപ്പറാണോ? അയ്യോ ആടുന്നൊക്കെ ഉണ്ട്, ആടുന്നൊക്കെ ഉണ്ട് കേട്ടോ. നല്ലതാ. ആരും പറയാം വലുതായതുകൊണ്ട് കൊള്ളത്തില്ല, ഒക്കെ വലുതാത്. സുന്ദരിയായിട്ടിരിപ്പുണ്ട് കേട്ടോ. ഇനി എന്താ കമ്മലൊന്നും ഇട്ട് ഞാൻ കണ്ടിട്ടില്ല. തന്നെ ഒരുങ്ങി വന്നതാണ്. ഇത് പിരിയത്തേലാണ് പൊട്ടിരിക്കുന്നത് കണ്ടോ. ആരാടി തൊട്ട് വന്നതെന്ന് ചോദിച്ചപ്പോൾ ആരാ തൊട്ട് വന്നേ? തന്നെ ഒരുങ്ങി കയറി വന്നേ. എന്നെ ഇതിന് ഡാൻസ് കളിക്കാനോ? ഡാൻസ് കളിക്കാൻ കയറി വന്നാ കേട്ടോ. വന്നേ പറഞ്ഞു എത്ര നാളായി ഡാൻസ് കളിച്ചിട്ടൊന്ന് ഡാൻസ് കളിക്കാൻ വേണ്ടി വന്നതാണ്. ഓ എന്താ ദൈവമേ, വന്നത് ചോദിച്ചാൽ ഒരു കാര്യമുണ്ട്. കിങ്ങിണി എന്ത് ചെയ്യുന്നു? കിങ്ങിണി എന്നാ ഇപ്പോൾ വരാത്ത കുറേ ദിവസം ആയല്ലോ എന്ന് അല്ലേ. കിങ്ങിണിയെ കാണാൻ തോന്നുന്നുണ്ടോ? എന്നിട്ട് രണ്ടിനും കൂടെ വഴക്കുണ്ടാക്കാനോ? പിന്നെ കളിക്കാനാണോ, കൂട്ടുകൂടാനോ? വരട്ടെ, അവള് വരുമായിരിക്കും.
കുറച്ച് ദിവസം കഴിയുമ്പോൾ വരും. വിഷുവിന് വരും. വിഷുവിന് വന്നാൽ പോരെ അല്ലേ? എന്നതിന് പരീക്ഷയൊക്കെ കഴിയും, പഠിത്തമൊക്കെ കഴിയും, നല്ലതാവും. എവിടെ പോകാനായിട്ടോ എല്ലാവരും ഒരുങ്ങിയിരിക്കുന്നത്? സംഗതി. നിൻ്റെ അമ്മയ്ക്കേ കമ്മൽ ഇഷ്ടപ്പെട്ടില്ല, വലുതാന്ന് പറഞ്ഞാൽ ഊരിക്കോളാൻ പറയണം കേട്ടോ. തുള അറിഞ്ഞു പോകും കാതിൻ്റെ, അതുകൊണ്ട് സിന്ധമ്മ ഇട്ടാന്ന് പറഞ്ഞേര്. അയ്യോ മതി പാവം, ഒന്നും പഠിത്തമില്ലല്ലോ, അതുകൊണ്ട് കയറി വന്ന കേട്ടോ. നാളെ സ്കൂളുണ്ടോ? ആണോ? പോയി വെല്ലുമ്മേനെയൊക്കെ കാണിച്ചിട്ട് വന്നു കേട്ടോ. കുഞ്ഞു മുഖമായോണ്ടേ കുഞ്ഞിക്കമ്മലിട്ട് കണ്ടിട്ടേ എവിടുന്നാണ് നീ ചോദിച്ചത്. എനിക്ക് സിന്ധൂമ തന്നാന്ന് പറഞ്ഞിട്ട് വന്നു. ഇനി എൻ്റെ അമ്മ എന്നാ പറയുന്നതില്ല, സൂപ്പറാന്നൊക്കെ തത്തമ്മ പറഞ്ഞു. ഇനി അമ്മ എന്നാ പറയുമെന്ന് അറിയത്തില്ലെന്ന്. അയ്യോ അയ്യോ ദൈവമേ. കണ്ണാടി നോക്കുമ്പോ സുന്ദരിയായിട്ടിരിപ്പുണ്ടോ? എൻ്റെ മുന്നേ നിങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം കേട്ടോ. കൊച്ചു കണ്ണാടി നോക്കിയപ്പോൾ കൊച്ചിന് സുന്ദരിയായിട്ടിരിക്കുന്ന പോലെ തോന്നിയെന്നാ പറഞ്ഞത്. അപ്പം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് തരാം കേട്ടോ. എൻ്റെ മാതാവേ സുന്ദരി, ഒരു സുന്ദരി കുടുക്ക വന്നേക്കുന്ന കണ്ടോ. ഓ, ഇനി ഒരു സൂത്രം കൂടെ തരട്ടെ, ഒരു കമ്മലൂടെ തരാം. ഒരു കമ്മലൂടെ തരുന്നത് ഇടാൻ നിനക്ക് ഇട്ട് തരുമോയെന്ന് അറിയത്തില്ല. ഇല്ലെങ്കിൽ അവൾ വേണേ ലതയാമ്മ ഇട്ടോട്ടെ കേട്ടോ. ഇന്നാളെ സിന്ധോമ കട്ടപ്പനയ്ക്ക് പോയപ്പോൾ സിന്ധോമ കട്ടപ്പനയ്ക്ക് പോയപ്പോൾ ഒരു കമ്മൽ മേടിച്ചതാണ് സിന്ധോമയ്ക്ക് ഇടാൻ വേണ്ടിയിട്ട്. കുറച്ച് ദിവസം സിന്ധോമ ഇട്ടു, അത് കഴിഞ്ഞിട്ടില്ല. അതെ, അപ്പോൾ ഇത് നമുക്ക് ലതയ്ക്കും കൊടുക്കാം. അതെ കണ്ടോ, നല്ലതാണോ? സൂപ്പറാണോ? എന്നാ ഓ ലതാമ കാണുമ്പോൾ സ്വർണ്ണക്കമ്മലോ? ആ സ്വർണ്ണക്കമ്മലാന്ന് പറഞ്ഞു കേട്ടോ. വല്ലവർക്കും പണയം വെക്കാൻ പോയേക്കത് ഇടി കിട്ടുമെന്ന് പറഞ്ഞേക്കണേ. അത് കളയരുത്, അവൾക്കിടാൻ കൊടുക്കണം കേട്ടോ. തുറന്നൊന്നും നോക്കണ്ട, പോവും. അയ്യോ അയ്യോ, ഞാൻ ഇന്നാളിൽ എൻ്റെ കമ്മൽ ഒടിഞ്ഞു പോയപ്പോൾ മേടിച്ചതാണ്. നല്ല നിറമുണ്ട് അതിന്, നല്ല കമ്മലാണ്. പെട്ടെന്ന് കളർ പോകത്തില്ലാത്ത സൈസാണ്. ചുമ്മാ ഇടാമല്ലോ, ഇവരൊക്കെ ഈ കടയിലൊക്കെ പോകല്ലേ, മാറി മാറി ഇടാമല്ലോ. നമ്മുടെ സ്വിഫ്റ്റ് കൂട്ടനെയൊക്കെ കൊണ്ട് ഇവിടെ പാർക്ക് ചെയ്ത്. എല്ലാം സ്വിഫ്റ്റ് കൂട്ടനാ, അതാ എല്ലാം കൂട്ടനാ, ഡിയോ കൂട്ടൻ, സ്വിഫ്റ്റ് കൂട്ടൻ. അപ്പോൾ വന്നേക്കുന്നത് വേണ്ട ഇങ്ങോട്ടേക്കാണ് കേട്ടോ. വേണ്ടേ നമ്മുടെ ടോവിനെ ഇരിക്കുന്ന കണ്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ. അതാണ് നമ്മുടെ പുതിയ കട, ഇന്നലെ ടോവിനെ വന്ന് ഉദ്ഘാടനം ചെയ്തേക്കുന്ന സീമാസ് കേട്ടോ. അപ്പോൾ നമുക്ക് പോകാം, എങ്ങനെയാണെന്ന് നോക്കാം. മലബാർ ഗോൾഡിൻ്റെ തൊട്ടടുത്ത്. അപ്പോൾ നമുക്കൊന്ന് കയറി നോക്കാം കേട്ടോ സീമാസിലേക്ക് എങ്ങനെ ഉണ്ടെന്നൊക്കെ കേട്ടോ. നമ്മൾ സത്യത്തിൽ സിന്ധൂരിന് നൈറ്റ് തുണിയൊക്കെ എടുക്കാനായിട്ട് വന്നത്. നല്ല രസമുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട്, എല്ലാം നല്ല അടിപൊളി സംഭവങ്ങളാണ്. ഇതേണ്ടേ കണ്ടോ, എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടുന്ന് അത്യാവശ്യം ഇച്ചിരി സാധനമൊക്കെ മേടിച്ച് ഇറങ്ങി കേട്ടോ. കാരണം ഇവിടെ നൈറ്റ് ഹോൾസെയിൽ ഇല്ല, അവർക്ക് നൈറ്റ് തുണിയാണ് ഏറെ വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ അടുത്ത കടയെ ലക്ഷ്യമാക്കി പോവാണ് കേട്ടോ. മൊത്തം കറക്കാൻ നമ്പറുണ്ടോ, മൊത്തം കറക്കും കേട്ടോ. അതുകൊണ്ട് പക്ഷേ കട്ടപ്പന വന്നപ്പോഴേ കണ്ട ഒരു കാഴ്ച എന്നാണെന്നറിയാം, ഇന്ന് മലയാളികളെ കാണാനില്ല, എല്ലാം ബംഗാളികളാണ് കേട്ടോ. മലയാളി എന്നാന്നോ എടി, നിങ്ങൾ 4 മലയാളികളെ കാണാനുള്ളൂ. ഓ അയ്യോ ഭയങ്കര അല്ലേ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു ആശുപത്രി കേട്ടോ, കട്ടപ്പനയിലെ സഹകരണ ആശുപത്രി. ശരിക്കും കണ്ടു കഴിഞ്ഞാലും ഒരു പേടിയാവേ അല്ലേ. എന്തോ ഒരു ഷേപ്പും നോട്ടവും ഒക്കെ ഒരു വികൃതം, എല്ലാത്തിനും പൂസുവാന്ന് തോന്നുന്നു കേട്ടോ. സിന്ധുവിൻ്റെ സ്വന്തം കടയായ ഇഷ്ടത്തിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വീണ്ടും ഇവിടെ നിന്ന് അവള് തുണിമൊത്തം എടുക്കുന്ന കേട്ടോ. അപ്പോൾ അവിടെ വന്നപ്പോൾ സന്തോഷം ഒരു ചിരിയൊക്കെ വരുന്നുണ്ട്. ഇത്രയും അപ്പം നമുക്ക് കയറാം കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഒരു പ്രശ്നമില്ല കേട്ടോ, സമാധാനമായി, സന്തോഷമായി. ഇതാണ് സിന്ധുവിൻ്റെ ഇഷ്ടം കട കേട്ടോ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തിരക്ക് കുറവല്ല, ഇവിടെ നല്ല തിരക്കാണ്. ഇന്ന് അടി കാണിക്കുന്നത് പണ്ട് വരി കളിച്ച മാതിരി ഇട്ടത് ഇതേ എണ്ണിപ്പിറക്കി എടുക്കുക കേട്ടോ. ഇഷ്ടത്തിൽ വന്ന് കഴിയുമ്പോൾ 2 പേരുടെ തനി സ്വഭാവം ഇറങ്ങിയിട്ടുണ്ട്. ഇരുന്ന് കുത്തി ഇരുന്ന് എടുക്കുക കേട്ടോ. അതല്ലാണല്ലോ നിന്റെ കയ്യിൽ ഇപ്പം ഇരിക്കുന്നത്.
ആ ഈ ഓറഞ്ച് അല്ല. അടുത്ത കെട്ട് കൊണ്ടുവന്നു. ആ ഏറ്റവും അടിയിലത്തെ നല്ലതാണല്ലോടി. ആ നിന്റെ അവിടുത്തെ ടേസ്റ്റ് എനിക്കറിയത്തില്ല. അപ്പം വേണ്ട സെയിൽസ് ഗേളാന്നും പറഞ്ഞ് അകത്ത് കയറി നിൽപ്പുണ്ട് കേട്ടോ. അച്ഛൻ ഒരു ടീഷർട്ട് എടുത്തോ അച്ഛൻ വീട്ടിൽ ഇടാമെന്ന് പറഞ്ഞുകൊണ്ട് അവനെയും വിളിച്ച് നിർബന്ധിച്ച് കൊണ്ടുവന്ന് എടുക്കുക കേട്ടോ. ഇതെല്ലാം ബ്ലൗസ് പീസുകളാണോ അതോ ലൈനിങ്ങോ? അവിടെ സെയിൽസ് ഗേൾ മാറിയിട്ടുണ്ട്. ഏത് വേണമെന്ന് ചോദിക്കുക. സെറ്റ് മുണ്ടും വേണോ സെറ്റ് സാരി വേണോ? ഇറങ്ങട്ടേതോ ഞാൻ അതെ ഒരുത്തേക്ക് ഇഷ്ടപ്പെട്ടെടുത്ത് വെച്ചേക്കുന്നത് കേട്ടോ. എനിക്കിത് കണ്ടപ്പോൾ ഇച്ചിരി ഇഷ്ടം തോന്നി. പിന്നെ എല്ലാ കളറും ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കൊക്കെ നല്ലതാണ്. അത് വണ്ണമില്ലല്ലോ. ഓ കണ്ടാ ഉടുപ്പ് വയ്ക്കാനും നല്ലതാ അല്ലേ? നല്ലതാ. മേടിച്ചാലോ? ആണോ? അതിൻ്റെ കളർ വേറെയോ? ഞാൻ വീഡിയോ നേരത്തെ ഓണാക്കിയായിരുന്നു. ആ ഷർട്ട് കൊള്ളാല്ലേ? അതല്ല അത് ഇങ്ങോട്ടോ അതാ തൊട്ട് ആ നീല അല്ല അത് കിച്ചൊന്നും പറ്റത്തില്ല. പേര് പോലും എനിക്കിപ്പോ അറിയത്തില്ല. പണ്ടൊക്കെ കടയിൽ നിന്നപ്പോഴാണ് വെല്ലൊക്കെ വീഡിയോക്കകത്തുണ്ട്. ഞാൻ പറഞ്ഞു ഇതില്ല പറയാൻ. ആ വീഡിയോ ആണെന്ന് ഇത് നോക്ക്. അത് കുറച്ച് വല്ലതും കഴിച്ചിട്ട് വരണം. ഇത് എനിക്ക് വിട് ശ്വാസം വിട്. ഞാൻ കുറച്ച് വിട്ട് കഴിയുമ്പോ കാണിച്ചു തരാവേ. ഞാൻ സമ്മതിക്കല്ല. എത്ര നേരം പിടിച്ച് നിൽക്കുമെന്ന് അറിയണമല്ലോ. സൺഡേ ആയതുകൊണ്ട് ഈ കട ഫുള്ള് അല്ലേ? സൺഡേ ആയതുകൊണ്ടേ ഈ കട ഫുള്ള് തിരക്കില്ല. അതുകൊണ്ട് മൊത്തം അങ്ങോട്ട് കണ്ടു. ഫുള്ള് തിരക്കില്ല. അതുകൊണ്ട് നമ്മൾ മൊത്തം കണ്ടു. അതെ ഒട്ടും അല്ല ഫുള്ള് എടുത്തെന്ന് പറയാൻ വന്നതാ. അതുകൊണ്ട് നമ്മൾ ഫുള്ള് സാധനം ഇച്ചിരി പൊക്കക്കൂടാണോ? ചേട്ടാ ചേർക്കാൻ നിന്നെ പറ്റിയല്ല കേട്ടോ. ഇച്ചിരി പൊക്കക്കൂടാ പോട്ടെ. അല്ല പിന്നെ അങ്ങനെ നമ്മൾ കട്ടപ്പന കുറേ കടകളിലൊക്കെ കയറിയിട്ട് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് എവിടെയാണെന്നറിയോ? അസിസി സ്നേഹാശ്രമം. അതായത് കട്ടപ്പനയിലെ ഉണ്ണീശപ്പള്ളിയുടെ അടുത്താണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഒരു ആശ്രമമുണ്ട്. ഇവിടെയാണ് ഞാൻ ഡ്രസ്സൊക്കെ കൊണ്ട് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് കേട്ടോ. ഡ്രസ്സ് അരിയൊക്കെ പഴം ഒക്കെ കൊണ്ട് കൊടുക്കുന്ന ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ സ്ഥലമാണ് ഇവിടം അസിസി സ്നേഹാശ്രമം. ഇവിടെ ഉണ്ണീശോ ഉണ്ട്. ഇവിടെ ഭയങ്കര അത്ഭുതം നടക്കുന്നൊരു ഉണ്ണീശോയും മാതാവും ഒക്കെയാണ് കേട്ടോ. അപ്പം അവർ പോയി നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ വേണ്ടേ ഫ്രണ്ടിലത്തെ അവിടെ തിരികെ കത്തിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞാനും കയറി വന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്നാണെന്നറിയോ? എണ്ണ ഒഴിക്കും. ആദ്യം വെച്ച് ഭയങ്കര തിരക്കാണ് കേട്ടോ. ഓരോ ഉദ്ദിഷ്ട കാര്യങ്ങളും അങ്ങനെയൊക്കെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ട് വന്ന് എണ്ണ ഒഴിക്കുവേ ഇവിടെ ഈ ഉണ്ണീശോയുടെ അടുത്ത്. നേരത്തെ പുറത്തായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇത് എല്ലാം അകത്താക്കി. ഇപ്പം വർഷങ്ങളായി അകത്താക്കിയിട്ട്. നേരത്തെ ആദ്യം വെച്ച് ഭയങ്കര ജനമായി ഈ വഴിയിലേ ലൈനായിട്ട് ഇങ്ങനെ നിൽക്കും. എന്നിട്ട് എല്ലാവരും വന്ന് ഒഴിച്ച് പ്രാർത്ഥിക്കും കേട്ടോ. അപ്പം ഞാനും എൻ്റെ ഒരു ആവശ്യങ്ങളും നമുക്ക് സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ പറയാനുള്ള ഏക സ്ഥലമല്ലേ അല്ലേ ദൈവങ്ങളുടെ അടുത്ത്. അപ്പം ഒത്തിരി ഏതായാലും ഈ വഴി പോകുമ്പോഴൊക്കെ ഞങ്ങൾ ഇവിടെ എപ്പോഴും മിക്കവാറും കയറാറുള്ള ഒരു പള്ളിയാട്ടോ. പിന്നെ ഞങ്ങൾ എപ്പോഴും വണ്ടി നിർത്തിയേക്കുന്നത് എവിടെയാണെന്നറിയോ? കല്ലൂരാൻസ് നേഴ്സറിയിലാണ് കേട്ടോ. അവിടോട്ട് കയറിയിട്ടുണ്ട്. അപ്പം നമ്മൾ കല്ലൂരാൻസ് നേഴ്സറിയിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്തിനാണെന്നറിയോ? ഏതോ ഒരു ചെടി തപ്പി വന്നേക്കുന്നതാണ് കേട്ടോ. അവിടെ തുടങ്ങി പറഞ്ഞാൽ അച്ഛൻ അത് മേടിച്ച് തരണം കേട്ടോ, അച്ഛൻ അത് മേടിക്കണം കേട്ടോ അച്ഛൻ എന്നും പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. ആ ചെറിയ പേരൊക്കെ പറഞ്ഞായിരുന്നു, പക്ഷെ മറന്നുപോയി ഞാൻ. കഴിഞ്ഞ പ്രാവശ്യം വന്നതിനെക്കാട്ടി ഒത്തിരി നല്ല സെറ്റായിട്ടുണ്ട്. കണ്ടോ? ഫ്രണ്ട്സിൻ്റെ അവിടെ വന്നിട്ട് പിള്ളേർ മേടിക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നതിനെക്കാട്ടി ഞാനും അമ്മും വിഷ്ണു കൂടെ വന്നതിനെക്കാട്ടി വേറെ വെറൈറ്റികളൊക്കെ കുറേ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഭാഗം മൊത്തം ഇലകളുടേതാണേ. ഉണ്ടോ? നല്ല രസമുണ്ടല്ലേ? എന്ത് നല്ലതായിട്ട് നോക്കിയിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നതല്ലേ. ഇതുണ്ടോ എന്തോ ഒരു ചെടി, ഇതിൻ്റെയൊക്കെ പേരൊന്നും എനിക്കറിയത്തില്ല. സെറ്റ്. അപ്പോൾ അവിടെ പിള്ളേർ നോക്കുന്നുണ്ട്. ഏതോ സന്തോഷത്തോടെ ഏതോ വേണമെന്ന് പറഞ്ഞിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ മുല്ലപ്പൂ മാതിരി ഒരു സംഭവം. അയ്യോ ഇത് എന്താ നല്ല രസം ഇത് കാണാം കേട്ടോ. ബ്രൊക്കോളിയോ ക്യാബേജോ ഒക്കെ പോണക്ക്. ദൈവമേ
ഇങ്ങനത്തെ ഒരെണ്ണം സന്തോഷം മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരെണ്ണം ഒരു തെങ്ങും സന്തോഷം മേടിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. ഇത് നോക്കിയാൽ ശരിക്കും ബ്രൊക്കോളി മാതിരി ഇരിക്കുന്നത് ഉണ്ടോ? ഒരു വെജിറ്റബിൾ ഉണ്ട് അങ്ങനത്തെ, അതവിടെ തന്നെ ഇരിക്കുന്നത്. ഇതേ ശരിക്കും ബ്രൊക്കോളി നമ്മൾ തോരൻ വെക്കുന്ന ഒരു സാധനമുണ്ട്, അതവിടെ തന്നെ ഇരിപ്പുണ്ട്. നല്ല രസമുണ്ടല്ലേ. അപ്പം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേനെക്കാട്ടി ഒത്തിരി വ്യത്യാസം വേറെ ഇല ചെടികളൊക്കെ വന്നിട്ടുണ്ട്. അതാന്ന് തോന്നുന്നു എല്ലാം പോയി കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പനെ. ഇപ്പം ചെടിയുടെ ഒരു ഇത് കയറിയിട്ടുണ്ടല്ലേ, ചിപ്പിക്കും കിച്ചുവിനും ഈയിടെ തുടങ്ങിയേക്കുന്നത്. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് നമ്മൾ ചാൻഡീസ് റെസ്റ്റോറൻറ്റിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നലെ നമ്മൾ ഇവിടെ ഉദ്ഘാടനത്തിന് ഫുഡൊന്നും കഴിക്കാനായിട്ട് പറ്റിയില്ല. അപ്പം ഇന്ന് നമുക്ക് അവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കിച്ചുക്കുട്ടൻ അവിടെ ഒരു കട്ടപ്പനയിലെ ഒരു കട കാണിച്ച കേട്ടോ. അപ്പം വേണ്ട മോനെ നമുക്ക് ഇന്ന് ഇവിടെ പോയി കഴിക്കാമെന്ന് പറഞ്ഞ് ഞാൻ കൂട്ടിക്കൊണ്ടൊക്കെ വന്നിട്ടുണ്ട്. സന്തോഷവും കിച്ചും വണ്ടി ഇട്ടിട്ട് കയറി വന്നോ. ഞങ്ങൾക്ക് സമാധാനത്തിന് തന്നാടി ആ പേപ്പർ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം മന്തിയൊക്കെ ചോദിച്ചപ്പോൾ കുറേ ടൈം എടുക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തതേ വെറൈറ്റി ഡിഷൊക്കെയാണ് മേടിച്ചിരിക്കുന്നത് കേട്ടോ. ചിപ്പിയാണ് ഓർഡർ ചെയ്തത്. ഞാൻ പറഞ്ഞു മക്കളെ ഇന്ന് നമുക്ക് കുറേ ഓർഡർ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. കാരണം ഞങ്ങൾ കട്ടപ്പനയിൽ നിന്ന് ഒരു ജ്യൂസൊക്കെ കുടിച്ചായിരുന്നു. ആദ്യം ഞങ്ങൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ. ഈ പറഞ്ഞ പാട്ടൊക്കെ ആയിരുന്നു അവിടെ. അപ്പം ആർക്കും വലിയ വിശപ്പില്ല. അതുകൊണ്ട് നമുക്ക് ചെറിയ രീതിയിൽ ഇന്നൊന്ന് കഴിക്കാം. കാരണം ഇവിടെ ഭയങ്കര തിരക്കുമാണ്. അവരൊന്ന് ഓർഡർ ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങ് തുടങ്ങിയതല്ലേ ഉള്ളൂ. ഇങ്ങനത്തെ ഒരു ഫീൽഡിലല്ലല്ലോ അവരുടെ ജോലി. അപ്പം അവർ സ്റ്റാഫിനെയൊക്കെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും എല്ലാം ഒന്ന് ഓർഡർ ആയി വരണമെങ്കിൽ കുറച്ച് ദിവസം പിടിക്കും. നമ്മൾ വീട് മാറുമ്പം 6 മാസം എന്ന് പറയുന്ന ആൾക്ക് ഇതൊന്ന് സെറ്റായി വരണമെങ്കിൽ എന്തായാലും ഒരാഴ്ചയെങ്കിലും പിടിക്കും. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കിട്ടുന്ന സാധനമൊക്കെ ഓർഡർ ചെയ്തു കഴിക്കുന്നുണ്ട്. എങ്ങനെയുണ്ടെന്നൊക്കെ പറയുകയാണ്. ടേസ്റ്റും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. സന്തോഷം സിന്ധു ഇരുന്ന് എന്നാണോ പറഞ്ഞ് ചിരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ആ കറി തന്നമ്മേ ഈ കറി തന്നമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവള് ചിപ്പിമോള് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മുടെ പുതിയ റെസ്റ്റോറൻറ്റിലെ ഫുഡ് വാങ്ങിച്ചു തന്നു. എൻ്റെ ആങ്ങളെയും നാത്തൂരും മക്കളും കൂടെ ചേർന്ന് ഇന്ന് തന്നെ ഫുൾ ഡേ എന്ന് പറയാൻ പറ്റുന്നത് ഒരു ഹാഫ് ഡേ ഭയങ്കര സന്തോഷമുള്ള ദിവസമാക്കി തീർത്തു. നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ. അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് പോയി ഒന്ന് കഴിച്ചൊക്കെ നോക്കും കേട്ടോ. ഉപ്പുകാർ നമ്മുടെ എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അയൽവക്കക്കാർ കുറേ പേരുണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടെടി എന്ന് ചോദിച്ചപ്പോൾ അവൾ പറയാണ് കേട്ടോ സൂപ്പറാന്ന്. അപ്പം പിന്നെ അയൽവക്കക്കാരൊക്കെ ഞങ്ങൾ കഴിച്ചിട്ട് ഇറങ്ങിയപ്പോഴത്തേനും ഓരോരുത്തർ വരികയാണ്. അപ്പോഴത്തേനും ഞാൻ പറഞ്ഞു ഞങ്ങൾ കഴിച്ചു, നിങ്ങൾ പോയി കഴിച്ചോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. മുകളിലും നല്ല തിരക്കുണ്ട്. തിരക്കും കാര്യങ്ങളും ഒക്കെ ആവട്ടെ, നല്ല രീതിയിൽ ഇതാവട്ടെ. അപ്പോൾ എന്നാ പറയുന്നത്, അവിടെ നിന്ന് പരിചയക്കാരോടൊക്കെ വർത്തമാനം പറയണം കേട്ടോ സിന്ധുവൊക്കെ. അപ്പം മുകളിലോട്ട് എല്ലാവരും കയറി പോകുന്നുണ്ട്. മുകളിൽ നല്ല ആളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും പോയി ഞാൻ ഫുള്ളായിട്ട് കാണിച്ചൊക്കെ വീഡിയോ എടുത്തിടാം ഈ റെസ്റ്റോറൻറ്റിൻ്റെ. അങ്ങനെ ഫുഡൊക്കെ വാങ്ങിച്ചെന്ന് വീട്ടിൽ കൊണ്ട് ഇറക്കി വിട്ടിട്ട് പോവുകയാണ് കേട്ടോ. അപ്പം നല്ലൊരു ദിവസം സമ്മാനിച്ചതിന് അവരോട് ഒത്തിരി താങ്ക്സ്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ടാറ്റാ.